ആരാണ് നല്ലൊരു രക്ഷിതാവ്, നല്ലൊരു പാരന്റ്, അല്ലെങ്കിൽ നല്ലൊരു പാരന്റിങ് എന്ന് നമ്മൾ ആരെ നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ പറയാറുണ്ട് ഒരു കുട്ടിയെ മോഡിഫൈ ചെയ്യുന്നത് ശരിക്കും അവരുടെ പാരൻസ് ആണ്, അല്ലെ? ഒരു കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും കണ്ടാണ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ആ കുട്ടിയുടെ ഒരു വളർച്ച. ആ കുട്ടി എന്തായി തീരുമാനം എന്ന് വെച്ച് നമുക്ക് ഒരു വളരെ മോശപ്പെട്ട ഒരാളുടെ മക്കളും മോശമാകുമെന്നും നമുക്ക് പറയാൻ പറ്റൂല. നമുക്കറിയാം, വളരെ ഒരു കൊലപാതകയുടെ മോൻ പോലും പഠിച്ച ഒരു IAS ഓഫീസർ ആയിട്ടുണ്ടായിരിക്കാം. എന്നാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു IAS ഓഫീസറുടെ മകനെ പോലും എന്തെങ്കിലും ഒരു മർഡർ കില്ലിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് അഡിക്ഷനിലോ ഒക്കെ പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു പരിധി വരെ പാരന്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഒരു മക്കളുടെ ഒരു മോഡിഫൈ, നമ്മളെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ അവർ എന്താവണം, എന്തായി തീരണം എന്നുള്ളൊരു തീരുമാനത്തിന് ഈ പാരൻസ് ഒരു വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നൊരു 10% ആൾക്കാരും ഇതിന് നോ എന്നായിരിക്കും ഉത്തരം തരിക. നിങ്ങളെ മക്കള് ആഗ്രഹിക്കണം, നിങ്ങളെ മക്കളായിത്തീരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണോ നിങ്ങളും ജീവിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇതൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, അല്ലെ? നിങ്ങളുടെ മക്കൾ കള്ളം പറയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എത്ര ആൾക്കാർ ഈ കൂട്ടത്തിൽ കള്ളം പറയാത്തതായിട്ടുണ്ട്? നിങ്ങളുടെ മക്കൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളാണോ? ശരിക്കും അല്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10% ആൾക്കാർ മാത്രമേ ആണ് എന്ന് ചിലപ്പം പറയുള്ളൂ. ബാക്കി മിക്കവരും അല്ല എന്ന് തന്നെയാണ്. നിങ്ങളറിയാം, മക്കളെ ചെറുതാവുമ്പോൾ നമ്മൾ പഠിപ്പിക്കും, കള്ളം പറയരുത് കേട്ടോ, ആരോടും കള്ളം പറയരുത്, സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കും. പക്ഷെ നിങ്ങൾ വീട്ടിലിരിക്കുമ്പം അയൽവക്കത്തുള്ള ആരെങ്കിലും വന്നിട്ട് അച്ഛനുണ്ടോ ചോദിക്കുമ്പം അച്ഛൻ ഇവിടെ ഇല്ല എന്ന് മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കും, അവരോട് പോയി പറയാൻ. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. മക്കളോട് നിങ്ങൾ കള്ളം പറയരുത് എന്ന് പഠിപ്പിച്ചു, എന്നിട്ട് കള്ളം പറയാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കും നിങ്ങൾ ആ മക്കളെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, അവിടെ അച്ഛനും അമ്മയും കള്ളം പറയുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയാലോ, അപ്പൊ പിന്നെ അച്ഛനും അമ്മയും കള്ളം പറയരുത് എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു തോട്ട് കുട്ടികളുടെ മനസ്സിൽ വരും. അപ്പൊ നിങ്ങൾ അറിയുന്നില്ല, നമ്മൾ ആരും ആ സമയത്ത് ചെറിയ ചെറിയ കള്ളങ്ങളായിരിക്കും, പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അതെന്തോ വലിയ സംഭവമായിരിക്കും. അച്ഛൻ എന്നോട് ഇങ്ങനെ കള്ളം പറയാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി പോയി പറയും. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ ആ കുട്ടിയുടെ മനസ്സിൽ കള്ളം പറയാൻ പറ്റും, അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് അവരുടെ മനസ്സിൽ വരികയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ശരിക്കൊരു നല്ല രക്ഷിതാവാണോ? അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കൽ, അവർക്ക് ആക്ഷനിലൂടെ, നമ്മളുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് മനസ്സിലാവണം നമ്മൾ എത്രത്തോളം ഒരു നല്ല രക്ഷിതാവാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു ഗുഡ് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ മക്കൾക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെയും ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെ? നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. പറഞ്ഞാൽ നമുക്ക് ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടാൻ കഴിയും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. അപ്പം മക്കൾക്കും അത് തന്നെയാണ്. ഈ കുട്ടികളും നമ്മളെ കണ്ട്, ഇപ്പം ചിലവർ ഈ അമ്മ സാരി ഉടുക്കുന്നവരാണെങ്കിൽ ഈ കുഞ്ഞു മക്കൾക്ക് സാരി ഉടുക്കാൻ ചെറുപ്പത്തിലേ നടക്കുന്ന പ്രായമായി കഴിഞ്ഞാൽ തന്നെ ഈ ഷാളൊക്കെ ഇട്ട് ഒരു കുഞ്ഞു സാരിയൊക്കെ ഉടുത്ത് നടക്കുക അവർക്ക് ഇഷ്ടമുണ്ടാകും. കാരണം അവർ നിങ്ങൾ ചെയ്യുന്നതാണ് കണ്ടു പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും വഴക്കോ തിരക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും മക്കളുടെ മുന്നിൽ നിന്ന് ചെയ്യരുത് എന്നുള്ളത്. കാരണം അതും അവരെ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ പറയാവൂ, അല്ലെങ്കിൽ നമ്മളുടെ മക്കളായി തീരണം. എന്ത് നല്ല ക്വാളിറ്റീസ് ആണ് നിങ്ങളുടെ മക്കൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടാവണം. ഒരു മക്കളെ മോഡിഫൈ ചെയ്യുന്നതിൽ നമ്മൾ വിചാരിക്കും കുറേ കാലം കഴിഞ്ഞ് ഇനി മക്കളെങ്ങാനും വഴിതെറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ എത്ര നന്നായിട്ട് എൻ്റെ മക്കളെ വളർത്തി, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന്. നിങ്ങൾ അറിയുന്നില്ല. ചിലപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഒരു പാരൻസും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളെ മക്കളെ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് പിന്നീട് വളർന്ന് അതൊരു വലിയ തെറ്റായി മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു ചുട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ വലുതായി കഴിഞ്ഞാലും നമ്മൾ ആയിത്തീരാം. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ക്വാളിറ്റീസ് നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്ന ചെറിയ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടായാൽ തന്നെ നിങ്ങൾ മക്കൾ അത് കണ്ടു പഠിച്ചോളും. വെറും പറഞ്ഞത് കൊണ്ട് ആർക്കും പഠിക്കാൻ പറ്റില്ല, അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നിടത്താണ് വിജയം. അപ്പം നല്ലൊരു മക്കളെ അല്ലെങ്കിൽ നല്ലൊരു പാരൻസ് ആവണം നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ക്വാളിറ്റീസ് നിങ്ങളിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു പാരന്റ്, ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു പാരന്റ് ആവാൻ പറ്റട്ടെ, അല്ലെങ്കിൽ നല്ലൊരു കുട്ടികളെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റട്ടെ.